ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി കാട്ടകമ്പാൽ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാകുന്നു. 1 കോടി രൂപ ചെലവഴിച്ചാണ് പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും പ്രാദേശിക കായിക പ്രേമികളുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് പദ്ധതി നടപ്പിലാകുന്നതോടെ വിരാമമാകുന്നത്. AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിലെ ഗ്രൗണ്ട് സന്ദർശിച്ച് വിലയിരുത്തി. ഏറ്റവും അടുത്ത ദിവസം തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപയുടെ നവീകരണമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുന്നത്. നയൻസ് ഫുട്ബോളിന്റെ മൺകോട്ട്, 2 വോളിബോൾ കോർട്ടുകൾ, 2 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, ഗ്രൗണ്ടിന് ചുറ്റും ഫെൻസിംഗ്, ഡ്രെയിനേജ് ഉൾപ്പെടെ വലിയ വികസനമാണ് ഗ്രൗണ്ടിൽ വരാൻ പോകുന്നത്. കായിക പ്രേമികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് MLA ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടി ചെലവഴിച്ച് ഗ്രൗണ്ടിൽ മണ്ണും മണലും ചേർന്ന മിശ്രിതം നിറച്ച് നവീന നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. 50 മീറ്റർ വീതിയിലും 90 മീറ്റർ നീളത്തിലുമാണ് സ്വാഭാവിക പ്രതലമൊരുക്കി ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. ഗ്രൗണ്ട് ലെവൽ ചെയ്യാൻ ഇപ്പം നിലവിലുള്ള കല്ലും മറ്റുമൊക്കെ മാറ്റി നല്ല നന്നാക്കി മാറ്റാൻ വേണ്ടിയാണ് എസ്റ്റിമേറ്റിലുള്ളത്. അതൊന്ന് കൂടുതൽ മണ്ണ് ചേർത്ത് അതുപോലെ തന്നെ മണൽ കൂടി ഉൾപ്പെടുത്തി നല്ല നിലവാരമുള്ള പ്രതലം ഗ്രൗണ്ടിന് ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൂടി ഇതിൻ്റെ ഭാഗമായി എസ്റ്റിമേറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തി വർക്ക് ആരംഭിക്കണം. ഇപ്പം മഴക്കാലമാണ്. ടെൻഡർ കരാറുകാരൻ തിരുവനന്തപുരത്തുകാരൻ ഒരാൾ കരാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ബാക്കി പോരാതെ വരുന്ന സംഖ്യ കൂടി ഉണ്ടാക്കി ഈ തറ ലെവൽ കൂടി കുറേ കൂടി ശാസ്ത്രീയമായി കളിക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ കൂടെ നിർവഹിക്കും. ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി നടന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സജിത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് അലി കോട്ടോൽ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ നിർമ്മൽ സേതു, പ്രബിൻ പ്രസാദ്, കരാറുകാരൻ KV അനിൽകുമാർ, പ്രിൻസിപ്പൽ K വെങ്കിട്ടമൂർത്തി, MN സത്യൻ, KT ഷാജൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.